മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 800 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം എത്ര? അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം. എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ വേഗതയാണ് നമുക്കറിയാം. ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ഓക്കെ അല്ലേ? നമുക്കിവിടെ ദൂരം തന്നിട്ടില്ലേ? മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 800 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം. അപ്പോൾ ഇവിടെ ദൂരം തന്നിട്ടുണ്ട്. ദൂരം ഈസ് ഈക്വൽ ടു 800 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി വേഗത തന്നിട്ടില്ലേ? വേഗത ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 90 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ നോക്കിയേ, ദൂരം ഇവിടെ മീറ്ററിലും വേഗത കിലോമീറ്റർ പെർ അവറിലും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണം. എന്ത് ചെയ്താൽ മതി? 90 ഗുണം 5/18 ചെയ്താൽ മതി. 90 ഇൻറ്റു 5/18. അപ്പോൾ നമുക്ക് 18 90 വെട്ടാലോ? എത്രയാ? 5 18 90. ബാക്കി എത്രയുണ്ട്? 5 ഗുണം 5 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേഗത 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? എന്നോട് മുമ്പത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ 5/18 കൊണ്ട് ഗുണിക്കുന്നത് എന്തിനാണ്? എവിടെ നിന്നാണ് ഈ 5/18 വന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ 5/18 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, 1 കിലോമീറ്റർ പെർ 1 അവർ. അതാണല്ലോ നമ്മൾ ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടല്ലേ ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്നു, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1000 മീറ്റർ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 3600 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. അപ്പോൾ 1 കിലോമീറ്റർ പെർ 1 അവർ എന്നുള്ളത് 1000 മീറ്റർ പെർ 3600 സെക്കൻഡ് എന്നാവും. 1000 മീറ്റർ പെർ 3600 സെക്കൻഡ് എന്നാവും. നമുക്കിതിട്ട് ഗുണിക്കാൻ പറ്റൂ? വലിയ സംഖ്യ വരത്തില്ലേ? ഇവിടെ നോക്കിയാൽ 90 ഗുണം 1000 ബൈ 3600 എന്നൊക്കെ ചെയ്താൽ വലിയ സംഖ്യ വരത്തില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ 1000 ഡിവൈഡഡ് ബൈ 3600 സിംപ്ലിഫൈ ചെയ്യും. ഈ 2 0 0 ക്യാൻസൽ ചെയ്യും. ബാക്കി എത്രയുണ്ട്? 10/36. വീണ്ടും നമുക്ക് 2 വെച്ച് ചെറുതായിക്കൂടെ? 2 വെച്ച് ചെറുതാക്കുമ്പോൾ 10ൻ്റെ പകുതി 5, 36ൻ്റെ പകുതി 18. അങ്ങനെയാണ് ഈ 5/18 വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത രൂപമാണ് 5/18 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5/18 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ദൂരവും കിട്ടി, വേഗതയും കിട്ടി. ഫോർമുല കൊടുത്താൽ പോരെ? ദൂരം ബൈ വേഗത. അതായത് 800 ഡിവൈഡഡ് ബൈ 25. 800 ഡിവൈഡഡ് ബൈ 25. നമുക്ക് 5 വെച്ച് വിട്ടാലോ? 5 5 25. 16 ഗുണം 5 എത്രയാണ്? 80. ബാക്കി എത്രയുണ്ട്? 160 ഡിവൈഡഡ് ബൈ 5. 160 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32 സെക്കൻഡ് എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി.